أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم റസാനത്ത് സബഖ് 4 മാനിൽത ഇൻ ലം തനൽ ഇൽമൻ ഖുലിഖത ലഹു വ ഇൻ തനൽ ഗൈറഹു മിൻ സാഇരിൻ നിഅമി മാ ഫാത മിൻക ഇദാ നിൽതൽ ഉലൂമ വ ഇൻ ഫാതത് സിവാഹദ് ദുനാ യാ ആലിയൽ കറമി. മാ നിൽത നീ കരസ്ഥമാക്കിയിട്ടില്ല ഒരു വസ്തു, ഇൻലം തനൽ നീ കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ, ഇൽമൻ വിജ്ഞാനത്തിന്, ഖുലിഖ്ത ലഹു ഖുലിഖ്ത നിന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ലഹു അതിനു വേണ്ടി, അതായത് ആ വിജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് എന്ന്. വ ഇൻ തനൽ നീ കരസ്ഥമാക്കിയാലും ശരി, ഗൈറുഹു അതൊഴികെ ഉള്ളതിനെ, അതായത് ആ ഇൽമു ഒഴികെ ഉള്ളതിനെ നീ കരസ്ഥമാക്കിയാലും ശരി, മിൻ സാഇരി നിഅമി ശേഷമുള്ള അല്ലെങ്കിൽ മറ്റുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നും നീ എന്തൊക്കെ നേടിയാലും ശരി, നീ ഒന്നും നേടിയിട്ടില്ല. മാ നിൽത ഇൻ തനൽ ഇൽമൻ, അതായത് അള്ളാഹുവിൻ്റെ നിഅമത്തുകളിൽ നിന്ന് എന്ത് നേടിയാലും ശരി, നീ ഒന്നും നേടിയിട്ടില്ല അള്ളാഹുവിൻ്റെ വിജ്ഞാനം നീ കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ. കാരണം ഖുലിഖ്ത ലഹു നിന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ വിജ്ഞാനത്തെ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾക്ക് എന്ത് സാമ്പത്തികമായിട്ടുണ്ടായാലും മറ്റു എന്ത് അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ നിഅമത്തുകളിൽ നിന്ന് എന്ത് അനുഗ്രഹങ്ങൾ ഉണ്ടായാലും ശരി, അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ്, ആ ഇൽമ് അത് നിനക്കില്ല എന്നുണ്ടെങ്കിൽ നീ ഒന്നും നേടിയിട്ടില്ല. നീ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ശരി, നീ ഒന്നും നേടിയിട്ടില്ല. മാ ഫാത മിൻക ഇദാ നിൽതൽ ഉലൂമ വ ഇൻ ഫാതത് സിവാഹദ് ദുനാ യാ ആലിയൽ കറമി. മാ ഫാത നഷ്ടപ്പെട്ടിട്ടില്ല ഒരു വസ്തു. നേരത്തെ നമ്മൾ പറഞ്ഞത് മാ നിൽത്ത എന്നല്ലേ, മാ നിൽത്ത നീ കരസ്ഥമാക്കിയിട്ടില്ല. അതിൻ്റെ ഉദാഹരണം, അതിൻ്റെ ഒരു നമ്മൾ പറഞ്ഞാൽ ഒരു വരി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫിറ്റായൊരു ഉദാഹരണവുമായിട്ട് ഒരു ബന്ധപ്പെട്ടൊരു വിഷയം പറയും. അപ്പം അതിൽ പറഞ്ഞെന്താ, മാ ഫാത്ത എന്തായിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല ഒരു വസ്തുവും, മിൻക നിനക്ക് ഒരു വസ്തു എന്തായിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല, ഇദാ നിൽത്ത നീ കരസ്ഥമാക്കിയാൽ, വ ഇൻ ഫാത്തത്ത് നീ കരസ്ഥമാക്കിയാൽ. മനസ്സിലായോ? വ ഇൻ ഫാത്തത്ത് നഷ്ടപ്പെട്ടാലും ശരി,
സിവാഹ വിജ്ഞാനങ്ങൾ അവ ഒഴികെ ഉള്ളതിനെ. അതായത് നിനക്കൊന്നും എന്തായിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല. നീ കരസ്ഥമാക്കിയാൽ വൈൻ ഫാത്തത്ത് നഷ്ടപ്പെട്ടാലും ശരി, സിവാഹ ആ വിജ്ഞാനങ്ങൾ ഒഴികെ ഉള്ളതിനെ നിനക്ക് നഷ്ടപ്പെട്ടാലും ശരി. അദ്ദുന അതായത് ഐഹിക ലോകത്ത്, ഇഹലോകത്ത്, ഈ ദുനിയാവിൽ നിനക്കെന്തായിട്ടില്ല, എന്തൊക്കെ നേട്ടങ്ങൾ, ദുനിയാവിൻ്റെ നേട്ടങ്ങളില്ലേ, വിജ്ഞാനങ്ങൾ ഒഴികെയുള്ള ദുനിയാവിൻ്റെ നേട്ടങ്ങൾ, അതാണ് ഉദ്ദേശിച്ചത്. അദ്ദുനിയ ഐഹിക ലോകത്ത്. യാ ആലിയൽ കറമി മാന്യതയിൽ ഉയർന്നവനെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമ് നീ നേടി, ദുനിയാവിലുള്ള എല്ലാ നേട്ടങ്ങളും നിനക്ക് നഷ്ടമായി. എന്തൊഴികെ ഉള്ളതിനെ? അള്ളാഹുവിൻ്റെ ഇൽമ് ഒഴികെയുള്ള മറ്റെല്ലാം നിനക്ക് നഷ്ടമായാലും ശരി, നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നീ നേടേണ്ടത് എന്തായിരുന്നു? ഇൽമാണ്. നിന്നെ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ ഇൽമ് അറിയാൻ വേണ്ടിയിട്ടാണ്, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്, അതനുസൃതമായിട്ടുള്ള അമല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ ഒരു ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ മഹത്വം അത് പറയാണ്. അപ്പോൾ അത്രത്തോളം നമ്മൾക്ക് അത് എന്ത് ചെയ്യേണ്ട, ഓരോ വ്യക്തികളും അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലാഹു തആല അവൻ്റെ അറിവ് നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഇൽമു തന്ന് നമ്മുടെ ഹൃദയം അല്ലാഹു തആല അവൻ്റെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കുമാറാകട്ടെ. അത് നിദാനമായി നല്ല അമാലുകൾ ചെയ്ത് ആഖിറത്തിൽ വിജയിക്കുന്ന ഉഖറവിയായ ആലിമീങ്ങളിൽ അല്ലാഹു നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.